എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു താങ്ക്സ് അറിയിക്കുകയാണ്. നല്ല രീതിയിലുള്ള സഹകരണമാണ് യൂട്യൂബ് വ്യൂവേഴ്സായിട്ടുള്ള എല്ലാവരും കാണിക്കുന്നത്. വളരെ സന്തോഷം. അഭിപ്രായങ്ങൾ പറയുന്നതിലും വിളിച്ച് ചോദിക്കുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ ആദ്യമേ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുന്നത്. ഇന്ന് നമുക്ക് നോൺ ഇൻവെർട്ടർ AC ആണ്. ഇത് സാംസങ്ങിൻ്റെ നോൺ ഇൻവെർട്ടർ AC ബോർഡാണ്, സ്പ്ലിറ്റ് ACയുടെ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് കൂളിങ് കട്ട് ഓഫ് ആവില്ല. നമ്മളിപ്പോൾ ഒരു കൂളിംഗ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 22 അല്ലെങ്കിൽ ഒരു 19 സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂളിങ് കറക്റ്റ് ആ ടെമ്പറേച്ചറിൽ വന്നിട്ടും കട്ട് ഓഫ് ആവാതെ ഓവർ കൂളിങ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം. അതായത് ഔട്ട്ഡോർ യൂണിറ്റ് ഇത് കട്ട് ഓഫ് ചെയ്യത്തില്ല. ഔട്ട്ഡോർ യൂണിറ്റ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ഇൻഡോറിൽ നല്ല തണുപ്പുമായിട്ടിരിക്കും. അപ്പോൾ കട്ട് ഓഫ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു കംപ്ലൈൻറ്റിൽ ഈ ബോർഡിൽ ചെക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്തുകൊണ്ട് ഇത് കട്ട് ഓഫ് ചെയ്യുന്നില്ല എന്നുള്ളതിൽ രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്തത്. ഈ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ആകും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ റൂം ടെമ്പറേച്ചർ സെൻസർ. ഈ സെൻസർ ചിലപ്പം ഓക്കെ ആയിരിക്കും. ഈ റൂം ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഇതിൻ്റെ ഇവിടെയുള്ള ഈ സർക്യൂട്ട് ചെക്ക് ചെയ്യണം. ഇതിൽ വരുന്ന വോൾട്ടേജ് കറക്റ്റാണോ. ഇത് ഊരിക്കഴിഞ്ഞാൽ 5 വോൾട്ടും അത് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് 5ൻ്റെ ഹാഫ് വോൾട്ടും കാണിക്കണം. പിന്നെ ഇതിൽ ഈ ടെമ്പറേച്ചർ സെൻസറിൽ നമ്മൾ കൈക്കകത്ത് വയ്ക്കും, ഇങ്ങനെ കയ്യിൽ മുറുക്കി പിടിക്കുന്ന സമയത്ത് ഇതിൽ ആ ടെമ്പറേച്ചറിൽ ആ വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ആ വേരിയേഷൻ ആവുന്നുണ്ട്, ഹാഫ് വോൾട്ടേജ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ സെൻസർ ഓക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ റിലേ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാലും ഔട്ട്ഡോർ യൂണിറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, അത് കട്ട് ഓഫ് ആവില്ല. അപ്പോൾ റിലേയും ഓക്കെയാണ്, റിലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് എന്നുണ്ടെങ്കിൽ ഈ റിലേക്ക് പോകുന്ന സപ്ലൈയും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. റിലേയിലെ സപ്ലൈ ഇതിൽ എത്ര 12 വോൾട്ട് കറക്റ്റ് നിൽക്കുന്നുണ്ടെങ്കിലും ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ 12 വോൾട്ട് വരാൻ പാടില്ല. ഇത് ഔട്ട്ഡോർ യൂണിറ്റ് ഓൺ ആക്കുന്ന സമയത്ത് മാത്രമേ 12 വോൾട്ട് ഈ റിലേയിൽ ഈ 2 പോയിന്റിൽ വരാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രം മതി, ഈ ഒരു പ്രശ്നം സോൾവ് ആവും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇതിൽ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, പവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഈ റിലേയുടെ ഈ ഒരു സൈഡ് ലൈനും ഈ ഒരു വയർ ഗ്രൗണ്ടുമാണ്. ന്യൂട്രൽ ഇതും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പത്തിനൊന്ന് മറിച്ച് വയ്ക്കാം, ചരിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ സെൻസർ വയർ കൊടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചർ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോയിൽ സെൻസറിന് ഇവിടെ ഒരു 10K റെസിസ്റ്റൻസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ വയ്ക്കാം. ഡിസ്പ്ലേ ഇവിടെ ഇരുന്നാലും കാണാം. ഓക്കെ, ഇനി ടച്ചിങ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പവർ കൊടുത്ത് ഒന്ന് ഓൺ ചെയ്യണം. പവർ കൊടുത്ത് ഓൺ ചെയ്തപ്പോൾ ഇവിടെ LED ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അത് ഓൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം, മൾട്ടിമീറ്റർ എടുത്തിട്ട് അത് വോൾട്ടേജ് മോഡിലോട്ട് സെറ്റ് ചെയ്യുക. വോൾട്ടേജ് മോഡിലോട്ട് എടുത്തിട്ട് അപ്പോൾ ഇവിടെ വരുന്ന ഈ 4 ലൈനിൽ 1, 2, 3 അതാണ് നമ്മുടെ ടെമ്പറേച്ചർ സെൻസറിൻ്റെ കണക്ഷൻ. അപ്പോൾ സെൻസറിൽ എത്ര വോൾട്ടേജ് ഇവിടെ നിൽക്കുന്നുണ്ടോ നോക്കാം. 2.6 വരുന്നുണ്ട്. ഓക്കെ, അത് വർക്കിംഗ് ആണ്, അത് കറക്റ്റായിട്ടുള്ള വാല്യൂ ആണ്. ഇനി ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സെൻസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം. സ്റ്റഡി ആയിട്ട് നിന്നിട്ട്, ഇപ്പോൾ ഞാൻ റൂം ടെമ്പറേച്ചർ സെൻസർ കയ്യിലെടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇത് ഇറുക്കി പിടിക്കുകയാണ്. അപ്പോൾ വാല്യൂ കുറഞ്ഞ് പോകുന്നുണ്ട്. അതായത് ഈ സെൻസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അതിനർത്ഥം. ഇപ്പോൾ ചൂടായതുകൊണ്ടിട്ടാണ് വാല്യൂ കുറയുന്നത്. തണുക്കും തോറും വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനത് തിരിച്ച് വിട്ടു. ചൂട്
ചൂട് അതിനകത്തു നിന്നുള്ള ചൂട് പോകുമ്പോഴത്തേക്കും ആ വോൾട്ടേജ് കൂടിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റിംഗ് ഓക്കെയാണ്. ഇനി വരുന്നത് നമ്മുടെ ഇത് ഔട്ട്ഡോർ യൂണിറ്റിൽ പോകുന്ന റിലേ ആണിത്. ആ റിലേയിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. അതിലോട്ട് വരുന്ന വോൾട്ടേജ് 12 വോൾട്ടാണ്. ഈ 12 വോൾട്ട് ഇവിടെ നിൽക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ യാതൊരുവിധ വോൾട്ടേജും ഇല്ല. അപ്പോൾ ഔട്ട്പുട്ട് റിലേ ഓണല്ല. ഇനി ആ റിലേ കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം. ആ റിലേ കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് പോകുന്ന റിലേയുടെ ഇത് സീരിയലിൽ കൊടുത്തിരിക്കുന്ന ഒരു ബൾബിൻ്റെ വയറാണ്. അപ്പോൾ ഈ ബൾബ് നമ്മൾ ഇവിടെ ന്യൂട്രൽ ലൈന്, ഇത് ന്യൂട്രൽ ലൈൻ. ഓക്കെ, ഇപ്പോൾ ബൾബ് കത്തിപ്പോണ്ടോ, അതായത് ഞാൻ സപ്ലൈ കൊടുത്തിരിക്കുന്നതിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പോയിൻ്റ് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് ഓണായിരിക്കുകയാണ്. റിലേയിൽ സപ്ലൈ ഇല്ല, പക്ഷേ ഔട്ട്പുട്ട് ഓണാണ്. അതിനർത്ഥം ആ റിലേ ഷോർട്ടാണ്, അതായത് ക്ലോസ് ആയിട്ടാണ് ആ റിലേ ഇരിക്കുന്നത്. ഞാൻ പവർ സപ്ലൈ ഊരിയിട്ടുണ്ട്. നമുക്ക് ആ റിലേ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ റിലേ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പോർഷനും ഈ ഔട്ട്പുട്ട് പോർഷനും കൂടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഷോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. അതായത് ഈ റിലേ ഷോർട്ട് ആയതുകൊണ്ടിട്ടാണ് ഔട്ട്ഡോർ യൂണിറ്റ് ഓഫ് ആവാതെ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റിലേ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റിലേ ഇതിൽ നിന്ന് അഴിച്ചെടുക്കാം. ആദ്യം ഇതിന് ഫ്രഷ് സോൾഡർ കൊടുക്കണം. ഈ റിലേ ഉരുകി പിടിച്ചിട്ട് അകത്ത് ഉരുകി പിടിച്ച് സെറ്റായിട്ടുണ്ട്. അതാണ് ഈ റിലേ ഷോർട്ടിങ് കാണിക്കുന്നത്. നമുക്കതിന് പകരം വേറൊരു റിലേ നോക്കാം. ഓക്കെ, ഈ റിലേ ഓക്കെയാണ്.
അപ്പോൾ വേറൊരു ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ കണക്ഷൻ കൊടുത്തു. പവർ കണക്ഷൻ കൊടുത്തു. ഇനി ഔട്ട്പുട്ട് എങ്ങനെ ഔട്ട്ഡോർ യൂണിറ്റ് കട്ട് ഓഫ് ആവുന്നുണ്ടോ, ഓൺ ആവുന്നുണ്ടോ, ഓഫ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ കണക്ഷനിൽ നമ്മൾ ഈ ബൾബ് കണക്ഷൻ കൊടുക്കുക. സീരിയൽ ഒരു ബൾബിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുമെങ്കിൽ ആ ബൾബ് കത്തുകയും ചെയ്യും. ഓക്കെ, ഞാൻ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്ത് ഇപ്പോൾ ഈ ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഞാനത് ഓൺ ചെയ്യണം. ഇൻഡോർ യൂണിറ്റ് ഫാൻ മോട്ടർ ഞാനിതിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ഔട്ട്ഡോർ എടുക്കാതെ എയറിലോട്ട് പോകാനും സാധ്യതയുണ്ട്. ഓക്കെ, അത് എയറിലോട്ട് പോയി. ഔട്ട്ഡോർ യൂണിറ്റ് എടുത്തിട്ടില്ല. പക്ഷേ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ബൾബ് കത്തിയിട്ടുമില്ല. ഇതിലിനി ഫാന് കൊടുത്ത് കൂളിംഗ് ഓൺ ആകുമ്പോൾ സമയത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ അറിവ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. ഈ വീഡിയോയിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.